ഹലോ വെൽക്കം ബാക്ക് ഗൈസ്. അങ്ങനെ ആർ സി ബി ഇത് KKR-നെതിരെ മനോഹരമായിട്ടൊരു വിജയം നേടിക്കൊണ്ട് സീസൺ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഈഡൻ ഗാർഡൻസ് എന്ന് വെച്ച് നടന്ന മത്സരം എവേ മത്സരമായിട്ട് കൂടി മനോഹരമായിട്ടൊരു ഡൊമിനേഷൻ ആർ സി ബിയുടെ സൈഡിൽ നിന്ന് കാണാൻ സാധിച്ചു. എസ്പെഷ്യലി ദ ബാറ്റിംഗ് സൈഡ് ആൻഡ് ഡെത്ത് ബോളിംഗ് സൈഡ്. അപ്പോൾ 174 എന്നൊരു ടാർഗറ്റ് ആയിരുന്നു അവിടെ KKR ഉയർത്തിയിട്ടുണ്ടായിരുന്നത്. 16.2 ഓവറിലാണ് 3 വിക്കറ്റ് നഷ്ടത്തിൽ ആർ സി ബി ഒരു റൺസ് ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ എടുത്ത് പറയണം സാൾട്ടിൻ്റെയും അതോടൊപ്പം തന്നെ കോഹ്ലിയുടെ ഇന്നിങ്സ്, പോരാത്തതിന് പട്ടിദാറും അതോടൊപ്പം തന്നെ ലിവിങ്സ്റ്റന്റെ ഫിനിഷിംഗ് കൂടെ ആയപ്പോൾ ഒന്നും പറയാതിരിക്കുകയാണ് ഭേദം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടൊരു ബാറ്റിംഗ് ഓർഡർ ആർ സി ബിക്ക് ഉണ്ടെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ് തന്നെയായിരുന്നു ഈ ഒരു ചേസിൽ നമുക്ക് കാണാൻ സാധിച്ചത്. അതോടൊപ്പം തന്നെ ഡെത്ത് ബോളിംഗ് സൈഡിലെ പെർഫോമൻസും എടുത്ത് പറയണം. അത് നമുക്ക് KKR-ന്റെ ബാറ്റിംഗ് സൈഡിലേക്ക് നോക്കാം. KKR-ന്റെ ബാറ്റിംഗ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്ന പവർ പ്ലേയുടെ ആദ്യത്തെ 3 ഓവറുകൾ ശരിക്കും നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യായിരുന്നു KKR. കൂടെ കിൻഡൻ ഡിക്കോക്കിന്റെ വിക്കറ്റ് കൂടി അവിടെ വീണു. സുനിൽ നരേൻ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു പവർ പ്ലേയിൽ. അതിനുശേഷമാണ് അദ്ദേഹം അടിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. സുനിൽ നരേന്റെയും അജിങ്ക്യ രഹാനെയുടെയും അതോടൊപ്പം തന്നെ നോക്കുകയാണെങ്കിൽ അങ്കിഷ് രഘുവംശിയുടെയും ഇന്നിങ്സുകളാണ് ഒരു പരിധിവരെ ഈ ഒരു സ്കോർ ഉയർത്താൻ അവിടെ KKR-നെ കൊണ്ട് സഹായിച്ചിരുന്നത്. ആഫ്റ്റർ 15th ഓവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ KKR-നെ തളച്ചിടുന്ന ബോളിംഗ് ആയിരുന്നു റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ആദ്യം എക്സ്പെൻസീവ് ആയിരുന്ന കൃണാൽ പാണ്ഡ്യ പിന്നീട് ഗെയിമിനെ തിരിച്ചു പിടിച്ചതും അതോടൊപ്പം തന്നെ ഹേസൽവുഡിന്റെ മനോഹരമായിട്ടുള്ള ബോളിങ്ങും ആ ഒരു ബൗൺസി ആയിട്ടുള്ള ആ പിച്ചിനെ നന്നായിട്ട് തന്നെ അദ്ദേഹം യൂസ് ചെയ്തു. അവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ഈ ഒരു ബൗൺസിനെ നന്നായിട്ട് തന്നെ ബോളിംഗ് സമയത്ത് ആർ സി ബി യൂസ് ചെയ്യും. ബാറ്റിംഗ് സമയത്ത് അവരുടെ ബാറ്റേഴ്സും നന്നായിട്ട് ഈ ഒരു ബൗൺസിനെ യൂസ് ചെയ്യുന്നത് കണ്ടു. അത് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ KKR-ന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ബോളിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു എക്കോണമിയിലാണ് ജോഷ് ഹേസൽവുഡ് ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആകെ റാസിക് സലാമിൻ്റെയും അതോടൊപ്പം തന്നെ സുയാ ശർമ്മയുടെയും എക്കോണമി മാത്രമായിരുന്നു ഹൈ ആയിരുന്നത്. അവിടെ സുയാ ശർമ്മയുടെ ബോളിംഗ് നോക്കുകയാണെങ്കിൽ എക്സ്ട്രാ പേസ് ജനറേറ്റ് ചെയ്യാൻ നോക്കുന്ന ബോളുകളിലാണ് അദ്ദേഹം അടിമേടിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ക്രൂഷ്യലായിട്ടുള്ള വിക്കറ്റ് അവിടെ ഇടാൻ സാധിച്ചു എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. അവിടെ റസലിന്റെ വിക്കറ്റ് ഒരു ഗൂഗിളിലൂടെ താരം സ്വന്തമാക്കി. കൃണാൽ പാണ്ഡ്യയുടെ ഇന്നിങ്സ് പറയണം, ആദ്യം ഒന്ന് എക്സ്പെൻസീവ് ആയിപ്പോണ്ടെങ്കിലും പിന്നീട് എക്കോണമി 7.25 കൊണ്ടെത്തിച്ചത് മനോഹരമായിട്ടുള്ള ബോളിങ്ങിലൂടെയായിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം 3 വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ക്രൂഷ്യലായിട്ടുള്ളത്. മനോഹരമായിട്ടുള്ള ബോളിംഗ് തന്നെ നമ്മൾ അവിടെ എടുത്ത് പറയണം. യാഷ് ദയാൻ ആണെങ്കിലും ഇടയ്ക്കൊന്ന് എക്സ്പെൻസീവ് ആയി പുള്ളിയും ആ ഒരു എക്കോണമി തിരിച്ചു പിടിച്ചു. നല്ല രീതിയിൽ ആ ഒരു ഡെത്ത് ഓവറിൽ ബോൾ ചെയ്യാൻ സാധിച്ചു താരത്തിന്. എന്തായാലും ആർ സി ബിയുടെ ബോളിംഗ് ഉണ്ട് ഇത്തവണ അത്ര മോശമല്ല എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ് തന്നെയാണ് ഇന്ന് KKR-നെതിരെ കാണാൻ സാധിച്ചത്. ആൻഡ് ചേസിലേക്ക് വന്നപ്പോഴാണ് ശരിക്കും കിളി പറത്തിക്കളഞ്ഞത്. മനോഹരമായിട്ടുള്ള ചേസ്, അതായത് പവർ പ്ലേയിൽ ഒരു തരി പോലും ഗ്യാപ്പ് കൊടുക്കാതെ അടിയോടടി ഫിൽസാൾട്ട് തുടങ്ങി വെച്ചു. കോഹ്ലി ഒരു സൈഡിൽ നിന്ന് അങ്ങ് കയറി മേഞ്ഞു. അമ്മാതിരി അടി. 31 ബോളിൽ 56 റൺസ്, 180 സ്ട്രൈക്ക് റേറ്റിലാണ് അവിടെ ഫിൽസാൾട്ട് ബാറ്റ് ചെയ്ത് ഔട്ടായിട്ടുണ്ടായിരുന്നത്. ആൻഡ് വിരാട് കോഹ്ലിയിലേക്ക് നോട്ട് ഔട്ടാണ് 36 ബോളിൽ 59 റൺ. അതായത് കഴിഞ്ഞ സീസൺ ആൾ എവിടെ നിർത്തിയോ അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്നത് തെളിയിക്കുന്നത്. പിന്നീട് വന്ന ആകെ ഈ ഒരു ഇന്നിങ്സിൽ ദേവദത്ത് പടിക്കലിന്റെ ഇന്നിങ്സ് മാത്രമാണ് അത്ര കാര്യമായിട്ട് ഫ്രണ്ടിലേക്ക് വെക്കാൻ സാധിക്കാത്ത ഇന്നിങ്സ്. ബാക്കി രജത് പട്ടിദാറിന്റെ ഇന്നിങ്സ് നോക്കുകയാണെങ്കിൽ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ 212 സ്ട്രൈക്ക് റേറ്റിൽ 16 ബോൾ 34 റൺസ് താരം സ്കോർ ചെയ്യുന്നു. ലിയാൻ ലിവിങ്സ്റ്റൺ നോക്കുകയാണെങ്കിൽ മാച്ച് വന്ന് ഫിനിഷ് ചെയ്യുന്നു 300 സ്ട്രൈക്ക് റേറ്റിൽ. എന്തായാലും ഇവരെ സംബന്ധിച്ച് നെറ്റ് റൺ റേറ്റിന്റെ വില എത്രത്തോളമാണെന്ന് നന്നായിട്ട് അറിയാവുന്ന ഒരു ടീമാണ്. സോ അതുകൊണ്ട് തന്നെ ഇത്തരമൊരു മത്സരത്തിൽ ഒട്ടും തന്നെ ഒരു ലാഗ് വരുത്താതെ പെട്ടെന്ന് തന്നെ മാച്ച് ഫിനിഷ് ചെയ്ത് പോവുകയാണ്. അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ 16.2 ഓവറിലാണ് ഈ ഒരു മാച്ച് അവർ ഫിനിഷ് ചെയ്തത്. ഇവിടെ ആദ്യം നമ്മൾ ആ ഒരു KKR-ന്റെ പോക്ക് കണ്ടപ്പോൾ ഒരു 240 250 വരെ അടുത്ത് ടോട്ടൽ പ്രെഡിക്ട് ചെയ്ത മത്സരത്തിലാണ് 174. അത് കമന്റേഴ്സ് പറയുന്നുണ്ടായിരുന്നു 230 240 വരെ പോകുന്നത്. 174 അവിടെ ആർ സി ബി ഒതുക്കിയിട്ടുണ്ടായിരുന്നു. സോ എന്തായാലും ആർ സി ബിയെ സംബന്ധിച്ച് കോൺഫിഡൻസോട് കൂടി ഒരു സ്റ്റാർട്ട് കിട്ടി. രജത് പട്ടിദാർ എന്ന ക്യാപ്റ്റനെ സംബന്ധിച്ച് നല്ലൊരു സ്റ്റാർട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. സോ എല്ലാ മേഖലയും ഒന്ന് അടച്ച് കവർ ചെയ്താണ് ഇത്തവണ മാനേജ്മെന്റ് ആർ സി ബിയെ സെറ്റാക്കി എടുത്തിരിക്കുന്നതെന്ന് നമുക്ക് ഈ ഒരു മത്സരത്തിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. സോ പോകെ എങ്ങനെയാണ് ആർ സി ബി പെർഫോം ചെയ്യുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദിവസം കമന്റ് അറിയപ്പെടുത്തി. എന്തായാലും മനോഹരമായിട്ട് സ്റ്റാർട്ടിംഗ് തന്നെയാണ് ഈ ഒരു IPL സീസൺ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ബൈ ബൈ ഗൈസ്.